അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഏസി റൂമിൽ ടി വിയും കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഹാപ്പിയായി ഇരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിക്കതിയാത്ത. അതെ, അതായത് സൗദിയുടെ ഉമ്മ. മകൾ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് മറ്റൊരു ഹോസ്പിറ്റലിൽ. എന്നാൽ തൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഇത്രയും പൈസ പൊട്ടിച്ച് താനിവിടെ ഏസി റൂമിൽ ഇരുന്ന് സുഖിക്കുക. എന്നാൽ അവൾക്കും തോന്നിപ്പോയി, എന്ത് കാര്യത്തിന്? എത്ര ലക്ഷങ്ങളാണ്, ഈ ലക്ഷങ്ങളൊക്കെ എനിക്ക് എടുത്തൂടെ? എന്തിനാണൊരു കുട്ടിൻ്റെ ജീവന് വേണ്ടി ഇത്രമാത്രം ഞാൻ റിസ്ക് എടുക്കണേ? എനിക്കറിയില്ലോ. എന്നാൽ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള മറ്റൊരു താത്ത അത് കണ്ടുമുട്ടുന്നു കുഞ്ഞിക്കതിയാത്തയെ. അല്ല, നിങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾക്ക് കുട്ടിക്ക് മണിക്കൂറിന് നല്ല പൈസ വരുന്നുണ്ട്. ഇപ്പം തന്നെ 3-4 ലക്ഷം തന്നെ അയക്കണേ. ഇനിയിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ദിവസമായി ഇവിടെ. ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം. ഞങ്ങളെ കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശ്വാസമൊക്കെ നേരെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളുമല്ല, അത് അവിടെ നിന്നും കിട്ടും. ഇവരിവിടെ പിടിച്ച് പറിക്കാണ്. ഓരോ മണിക്കൂർ ICUവിൻ്റെ വില ഒരു പേശികണ്ട് ബില്ലും എടുത്ത് തരും. ഓൻ്റെ റബ്ബേ, അതൊക്കെ അപ്പം കെട്ടണം. ഞങ്ങളെ കയ്യിലുള്ള പൈസ മുഴുവനും തീർന്നു. എന്നാൽ ഇതെല്ലാം കേട്ട കുഞ്ഞിക്കതിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനിപ്പോൾ ഒരു ദിവസം കിടന്നില്ലേ ആവശ്യത്തിന്? എന്തിനാ ഇത്രയും നല്ല സെറ്റപ്പിലൊക്കെ ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയിട്ട് സിസ്റ്റർമാർ നോക്കുകയും ചെയ്യും. ഇവിടെ ഇവർക്ക് നോട്ടം കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. നമുക്ക് പണിയൊന്നുമില്ല. എന്നാലോ ഇതിങ്ങനെ പറയണ പൈസ എഴുതി കൊടുക്കണ്ടേ? അതാണ് ആലോചിക്കാൻ കഴിയാത്തത്. ശരിയാണ്, നവാസിൻ്റെയൊക്കെ നല്ലോണം പൂത്ത പണം ഉണ്ടാവും, ഐഷുമാൻ്റെ അടുത്തും ഉണ്ടാവും. പക്കെങ്കിൽ അതൊക്കെ എൻ്റെ കസ്റ്റഡി കണ്ടാക്കി വെച്ചൂടെ? കുട്ടിക്ക് ഇത്രായി അത്രായി എന്ന് പറഞ്ഞ് അയപ്പിച്ചാൽ പോരെ? കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വിളിക്കുന്നു, ബേബി സൗദ. അതെ, അവിടെ ഹോസ്പിറ്റലിലൊക്കെ ഉമ്മയുടെ പേര് കൂട്ടിയാണ് കുഞ്ഞിനെ വിളിക്കാറുള്ളത്. എന്നാൽ ബേബി സൗദ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കുഞ്ഞിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്, ഈ ഒരു മെഡിസിന് ഇത് വാങ്ങിക്കൊടുക്കണം, ഇത് കയറ്റാനുള്ളതാണ്. പിന്നെ കുട്ടീൻ്റെ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ, അത് ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയട്ടെ. കൃത്യമായ ശ്വാസം തന്നെ കൊടുക്കുന്നത് റെഡി ആയിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾക്ക് ട്രൈ ചെയ്യാൻ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു മെഡിസിൻ, ആ ഒരു മെഡിസിൻ്റെ വില കേട്ട് ശരിക്കും ഞെട്ടി. റബ്ബേ, എന്താ ഇത്? 9,000, 12,000, 25,000 എന്നുള്ള കണക്കിൽ ഓരോ സൗദ തന്ന പൈസ മുഴുവനും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ഇങ്ങനെ ടി വിയും കണ്ട് സുഖമായിട്ട് ഇങ്ങനെ സുഖിച്ചിരിക്കാനേ നല്ല പണം പൊട്ടിക്കണം. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ കീശി കണ്ട് ഇട്ടുകൂടെ? എന്തിനാണ് ഇപ്പോൾ ഈ ആശുപത്രിക്കാർക്ക് കൊടുക്കണേ? കുട്ടി ഇനി ജീവൻ പോയവരും ഇല്ലെങ്കിലും ആരും അറിയില്ല. എന്തായാലും വേണ്ടിയില്ല. എന്നാൽ കുഞ്ഞിക്കതിയാത്ത മരുന്ന് വാങ്ങി കൊണ്ടുപോയി കൊടുത്തില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, ബേജാറൊന്നുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബേബി സൗദ വിളിക്കുന്നു. സുഖമായി കുഞ്ഞിക്കതിയാത്ത റൂമിൽ കിടന്നുറങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് ആരൊക്കെ വന്ന് വാതിൽ മുട്ടി വിളിച്ച് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആളെ വിളിക്കുന്നുണ്ട്. എന്താ? അല്ല, മെഡിസിൻ എവിടെ? മെഡിസിന് ഞാൻ പോകാൻ നേരത്തെ എനിക്ക് വല്ലാത്തൊരു ഉറക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ വേണ്ടേ? നിങ്ങളുടെ കളി കണ്ടാൽ അങ്ങനെയാണല്ലോ തോന്നുന്നത്. ആരാ നിങ്ങളിങ്ങോട്ട് പറഞ്ഞയച്ചത്? നിങ്ങൾ കുഞ്ഞിൻ്റെ ആരാ? ഞാൻ കുഞ്ഞിൻ്റെ വല്യമ്മയാണ്. വല്യമ്മ. അതല്ല, രണ്ടാനമ്മമാർക്ക് പോലും ഇത്രയധികം ക്രൂരത ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ ശ്വസിക്കാനുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കും. അതിലൊരു ഗ്ലൂക്കോസിൽ മരുന്നിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. എന്താ, നിങ്ങൾക്ക് പ്രയാസമാണോ കുഞ്ഞിനെ നോക്കാനേ? അല്ല, ഇനിയിപ്പോൾ ഇവിടുത്തെ മരുന്ന് കൊടുക്കണ്ട, ഇനി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 32 മണിക്കൂറെങ്കിലും ഇവിടെ ഇടണം, 2 ദിവസമെങ്കിലും ഇവിടെ ഇടണം. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയാലുള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തോന്നിയ പോലെയായിരിക്കും. ഇവിടുത്തെ പോലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതിന് ലഭിക്കില്ല. പിന്നെ അവിടെ സിസ്റ്റേഴ്സും ഡോക്ടർമാരൊക്കെ എപ്പോഴും വന്നെങ്കിലായി. നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. മെഡിസിൻ വാങ്ങാൻ പോകണം, അത് കൊടുക്കണം, അത് എല്ലാ കാര്യങ്ങളും, കുട്ടിക്ക് പാല് കൊടുക്കൽ, എല്ലാം പാൽപ്പൊടി കലക്കി കൊടുക്കലൊക്കെ ചെയ്യണം. ഇത് ഞങ്ങളെല്ലാം ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ നല്ല രീതിയിൽ പ്രതീക്ഷയോടെ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ദിവസം കൂടി കിടക്കണം. അതായിരിക്കും നല്ലത്. അല്ല എങ്കിൽ ആകപ്പാടെ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഓടി പായേണ്ടി വരും. ആ ഒരു അവസ്ഥയായിരിക്കും. എന്താ പിന്നെ മെഡിക്കൽ കോളേജിലത്തെ കാര്യം ഞങ്ങൾ പറയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കുട്ടിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ക്യാഷിന് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത്. എന്നാൽ അവർ ഒന്നും അതിന് മിണ്ടിയില്ല. വേണ്ട, ഞാൻ കുട്ടീനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിക്കോളാം. അല്ലാതെ നിങ്ങളിവിടെ എത്രങ്ങാനും പൈസ വേണതിന്?
ആഹാ, എന്താ ഉമ്മ നിങ്ങളിങ്ങനെ? നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ജീവൻ വിലയില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ കുഞ്ഞിക്കരയാത്ത ആ ഒരു ഹോസ്പിറ്റലിലെ നല്ല അടിപൊളി റൂമും കാര്യങ്ങളും എല്ലാം കണ്ട് സുഖിച്ചിരിക്കുകയായിരുന്നു അവർ. ഓ, ഇനിയിപ്പോൾ ആ നവാസിൻ്റെ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ വാങ്ങണം. അല്ലാതെ ഇപ്പം എന്താ? എന്നാൽ ഇനി പുത്തൻ വീട് തറവാട്ടിക്കൊന്ന് വിളിക്കന്നെ വേണം. വിളിച്ചിട്ട് കുറച്ച് പൈസക്ക് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. കുറേ ഉണ്ടാനാവില്ല വിചാരിച്ചു. കെട്ടുകണക്കിന് പൈസ കൊടുക്കുന്നതൊക്കെ അങ്ങോട്ട് കൊടുക്കണം ആശുപത്രിക്കാർക്ക്. ഇതിപ്പോൾ നടക്കും തോന്നുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ സത്താറിനെ വിളിക്കുന്നു. ഹലോ സത്താറേ, എന്തൊക്കെയാടാ, എങ്ങനെയുണ്ട് ഓളെന്താ എന്നെ അങ്ങോട്ട് അടുപ്പിക്കണേ ഇല്ല. സിസ്റ്റർമാർ വന്ന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്ന നിങ്ങൾക്ക് പോകുന്നു. പിന്നെ എന്നോടൊരു സിസ്റ്റർ ചോദിച്ചു, നിങ്ങളെന്താ ഭർത്താവ് തന്നെയല്ലേ എന്നുള്ളത്, നിങ്ങളോടെന്താ കുട്ടിക്ക് ഇത്ര ദേഷ്യം എന്നുള്ളതും ചോദിച്ചു. എന്താ ഉമ്മ, നിങ്ങളെന്നെ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയത്? ഓളുടെ സ്നേഹമൊന്നും എനിക്ക് കിട്ടണില്ല. അതൊക്കെ ശീലമായിക്കോളൂ, ഇതൊക്കെ ശീലാക്കി കൊടുക്കേ. ഈ പറയ്, അനക്ക് ഞാനേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയ്. പിന്നെ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ, 1,00,000 രൂപ ഇങ്ങോട്ട് വിട്. മെഡിസിനും കാര്യങ്ങളും 25-30 ഓരോ ഇതിനും വരുന്നത്. അപ്പോൾ വിട്ടൂടെ, ഇവിടെ കിടന്നാൽ ലക്ഷങ്ങൾ ചിലവാകും. പിന്നെ ഇനി പൈസ ചിലപ്പോൾ ഓളെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. പുത്തൻ വീട് തറവാട്ടിക്ക് വിളിക്കന്നെ വേണ്ടി വരും. എന്നെങ്കിലും ഇപ്പോൾ പൈസ കിട്ടുള്ളൂ, അല്ലാതെ ശരിയാവില്ല. സൗദൻ്റെ അടുത്ത് ഫോൺ കൊടുക്കും മോനെ. ഇത് സൗദ. ഹലോ ഉമ്മ, നിങ്ങൾ എന്ത് പണിയാണ് ഉമ്മ കാണിച്ചത്? നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? ഈ ഒരു അവസ്ഥയിൽ ഞാനിവിടെ കിടക്കുമ്പോൾ ഇവിടെ അയാളാണ് നിർത്തേണ്ടത്, വേറെ ആരും ഇല്ലാത്ത പോലെ. എൻ്റെ പൊന്നാര പെണ്ണെ, എനിക്ക് ശീലാവണ്ടേ? ഈ പ്രസവം കാര്യക്കൊണ്ട് കഴിഞ്ഞാലേ ഓൻ എൻ്റെ മരുവനായി ഞാൻ സ്വീകരിക്കുകയാണ്. അന്നപ്പം ഞാൻ നവാസ് തിരഞ്ഞൊന്നും വരുള്ളൂ വിചാരിച്ച് നിൽക്കും വേണ്ട. ഉമ്മ ആരുടെ കൂടെ അല്ലെങ്കിലും ഇത് ഒത്തിരി മോശമായി പോയി ഉമ്മ. എൻ്റെ പൊന്നാര പെണ്ണെ, ഈ പൈസ ഉണ്ടെങ്കിൽ അയച്ചാൽ കുറച്ച്. ഈ കുട്ടി ഇവിടെ ICUവിലാണ്. അത് ശരിക്കും ഇതുവരെ കരഞ്ഞിട്ട് പോലും ഇല്ല. കരഞ്ഞിക്കിടെങ്കിലും ഒരു സമാധാനമായിരുന്നു. ഉമ്മ, എൻ്റെ അക്കൗണ്ടിൽ പൈസ ഏകദേശം കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ. അതും കൂടി അയച്ചു തന്നാൽ പിന്നെ കിട്ടിയിട്ടില്ല എനിക്ക്. എന്നാൽ ഒരു നിമിഷം അത് കേട്ടപ്പോൾ കുഞ്ഞിക്കതിയ സോപ്പിടാനുള്ള സമയക്കണം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ എന്നാൽ ശരി അവിടെ വെക്ക്. അപ്പോൾ തന്നെ നേരെ കുഞ്ഞിക്കതിയാത്ത ഐഷുമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്നാൽ തൻ്റെ മകൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എന്താ ഏതോ ഒന്നും അറിയാത്ത നിമിഷങ്ങളായിരുന്നു ഐഷുമ്മക്ക്. ആരോട് എന്ത് ചോദിക്കും അതും അറിയുന്നില്ലായിരുന്നു. റെജിനയെ വിളിച്ച് ചോദിച്ചപ്പോഴും അവൾ കറക്റ്റായിട്ട് ഒരു ഉത്തരവൊന്നും പറഞ്ഞില്ല. എന്നാൽ ഐഷുമ്മക്ക് വിളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവർക്ക് തോന്നി, ഇല്ല ഇത് ബുദ്ധിയല്ല. പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. നേരെ റെജിനക്ക് വിളിച്ചു. റെജിനയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. ഹലോ റെജിന, ഇതടി കുഞ്ഞിക്കജയത്താണ്. പിന്നുണ്ടല്ലോ, സൗദ പ്രസവിച്ചിക്കണേ. അതിൽ കുട്ടിക്ക് ശ്വാസം ഒന്നുമില്ല. കുട്ടി ICUവിലാണ്. കുട്ടിക്കാണെങ്കിൽ പൈസ, കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം പൈസ വേണമെന്ന് പറഞ്ഞിരിക്കണേ. നല്ലോണം പൈസ എന്ന് വെച്ചാൽ അവിടെ കുറഞ്ഞ ഓരോ മണിക്കൂറിന് എത്രയാണോ ആകണത്, 2, 3, 4 ലക്ഷം ഉണ്ടെങ്കിലൊന്നും ഇത് മതിയാവില്ല. പൈസ നല്ലോണം പൊട്ടിച്ചുണ്ടെങ്കിൽ കുട്ടീനെ കിട്ടും. അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ആകെപ്പാട് ഇടങ്ങാറായി നിൽക്കുകയാണ്. ഞാൻ എന്താണെന്ന് ചെയ്യാൻ എനിക്കറിയില്ല. പഠിച്ചോനെ തന്നെ. എന്നിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ മിംസിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉള്ളൂ എന്നാണ് പറയണത്. അതുകൊണ്ട് അങ്ങോട്ട് വണ്ടിച്ചത്. എന്തൊക്കെ തന്നെയായാലും ഇജ് എന്തെങ്കിലും ഒന്ന് കാട്ട്. എൻ്റെ താത്താക്ക് വിളിച്ച് എന്തെങ്കിലും ഒന്ന് പറയും. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് തരാൻ പറയും, നവാസിനെ കുട്ടീനെ ജീവൻ രക്ഷിക്കണമെങ്കിൽ. അപ്പോൾ തന്നെ സങ്കടത്തോടെയും ബേജാറോടു കൂടെയും അപ്പോൾ തന്നെ അവർ വിളിക്കുന്നു ഐഷുമ്മയുടെ ഫോണിലേക്ക്. ഐഷുമ്മ ആരോന്ന് ആലോചിച്ച് കൊണ്ടിരിക്കുന്നു. നേരത്തെ ഒരു ഫോൺ ഇങ്ങോട്ട് വല്ലതും കട്ടാലും കഴിഞ്ഞു. ആരാന്നാവോ? പെട്ടെന്ന് വീണ്ടും ഫോൺ അടിച്ചു. ഹലോ. റജിയെ, താത്ത അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. താത്ത, പൊന്നാര് താത്ത. പിന്നെ സൗദ പ്രസവിച്ചിക്കണല്ലോ, പക്ഷെ കുട്ടിക്ക് ശരിക്കും ശ്വാസമില്ല. കുട്ടി കരഞ്ഞിട്ടില്ല, പൗതിജീവനായി കിടക്കണം, ICUവിലാണ്. നല്ലോണം പൈസ വേണം, മിംസിലോ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു. അങ്ങനെ അതായതുകൊണ്ട് തന്നെ കുട്ടിക്ക് ശ്വാസം എടുക്കാനും എല്ലാ മരുന്നിനും കുറേ പൈസ, കയ്യിലത്തെ പൈസയൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടിയാൽ കുട്ടീനെ രക്ഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞു പൊന്നാര താത്ത. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മ പൊട്ടിക്കരഞ്ഞു പോയി. റബ്ബേ,
പഠിച്ചോനെ എന്താ റബ്ബേ, എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. അപ്പോൾ തന്നെ അതാ ഐഷുമ്മ ഷാമോനെ വിളിക്കുന്നു. മോനെ ഷാമോനെ, അല്ലാ ഇന്ന് എൻ്റെ കുട്ടി കുറച്ച് പൈസ എങ്ങനെ അയച്ചു കൊടുത്താണ്. ഉമ്മ എങ്ങോട്ട് പൈസ അയക്കണേ? അല്ലേ കുട്ടി ICUവിലാണല്ലോ, കുട്ടിക്ക് തീരെ വയ്യ, കുട്ടിക്ക് ശ്വാസമില്ല, കുട്ടിക്ക് എത്ര പൈസ കൊടുത്താലും തികയണില്ല എന്നൊക്കെ പറയണത്. ഉമ്മ എവിടേക്ക് അയച്ചു കൊടുക്കേണ്ടത്, അതിൻ്റെ ഇതും കൂടി വേണം. അത് സൗദൻ്റെ നമ്പറേറ്റ വാങ്ങിക്കാണ്ട് കൊണ്ട് അയച്ചു കൊടുത്താളാ. അല്ല അപ്പം എന്താ പിന്നെ നവാസിനോട് ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ. എന്താ റബ്ബേ ഞാൻ കാട്ടുക. ഉമ്മ എത്രയാണ്? പൊന്നു മോനെ, എന്നാ എൻ്റെ അതിൽ നിന്നാണ്ട് അയച്ചു കൊടുത്താ. എന്നാ ഇജ് നമ്പറൊന്ന് ചോദിച്ച് നോക്കട്ടെ. ഞാൻ സൗദൻ്റെ നമ്പർ തീരുണ്ടേനു, അതിക്കാന്നാവോ എനിക്കറിയില്ല റബ്ബേ. എന്തായാലും കുട്ടി രക്ഷപ്പെടട്ടെ അല്ലാ. എന്നാൽ പ്രസവിച്ച കാര്യവും കുട്ടിയുടെ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ ഐഷുമ്മ ഒരു നിമിഷം സന്തോഷിച്ചെങ്കിലും അപ്പോൾ തന്നെ ആ സന്തോഷം കെട്ടടങ്ങുകയായിരുന്നു. റബ്ബേ, എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ, എനിക്കൊന്ന് കാണാൻ പറ്റുമെങ്കിലും മതിയായിരുന്നേ. ഐഷുമ്മ പടച്ച റബ്ബിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാ, എൻ്റെ നവാസിൻ്റെ കുട്ടി എനിക്കൊന്ന് കാണ്ടീനെ, പഠിച്ചോനെ ഒന്ന് കാട്ടാൻ ഞാൻ മതിയേനെ റബ്ബേ. മോനെ ഷമ്മാസേ, ഉമ്മ ഞാൻ എന്തെന്ന് പറഞ്ഞിട്ടാ, നിങ്ങളെ ഫോണിൽ ശരിയാണ് ബാലൻസും ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ റജിനാക്കൊന്ന് വിളിച്ചു ചോദിക്കുക, അമ്മക്ക് വിളിച്ചാ. ഹലോ റജിനത്താ, പിന്നെ എവിടേക്കാണ്? എന്നാൽ എൻ്റെ പൊന്നു മോനെ ഇങ്ങോട്ട് വിട്ടെന്നാളാ, ഞാൻ ആ താത്താൻ്റെ നമ്പർക്കാണ് ഇട്ട് കൊടുത്തോളാം. എനിക്ക് മതിയൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഹലോ, ആ പിന്നെ പൈസ ഒക്കെ എങ്ങനെയാണ് അയച്ചു തരേണ്ടത്? സൗദൻ്റെ നമ്പർ കിട്ടോ കേട്ടോ, സൗദൻ്റെ നമ്പറാണ്ട് അയച്ചാൽ തെല്ലേ, സൗദൻ്റെ നമ്പർ കിട്ടാൽ മതി. എനിക്ക് പിന്നെ ആ സംഭവമൊന്നും ഇല്ലല്ലോ, ഗൂഗിൾ പേ ഒക്കെ ഒന്ന് ഉണ്ടാക്കണം ഇനിയിപ്പോൾ. മറ്റേ എന്താണെന്ന് വെച്ചാലേ ഇതിങ്ങനെ പൈസൻ്റെ ആവശ്യത്തിൽ കയ്യിൽ വെച്ച് നടക്കാൻ കഴിയൂല, എപ്പോഴും ഒരു ബാഗ് തൊക്കണം വേണം. എന്നിട്ട് അതിലങ്ങനെ നിറച്ച് കൊണ്ടെടുക്കുന്ന അത്ര ബുദ്ധിയല്ലല്ലോ. ഈ ഫോണിൽ കായാകുമ്പോൾ പിന്നെ അപ്പോൾ പോവില്ല, പേടിച്ചാനും ഇല്ല. അതങ്ങനെ അതിനങ്ങനെ വിട്ടെടുത്താൽ മതിയല്ലോ. അതൊന്ന് ശരിയാക്കി പിടിച്ചാൽ ഇല്ലാഞ്ഞാൽ പറ്റൂല, മറ്റേ വല്ല ഇടങ്ങാറാണ്. ഇനിയിപ്പോൾ ഇതിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ അക്കൗണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഗൂഗിൾ പേയോ ഫോൺ പേ എന്നൊക്കെ പറയില്ല, അതാക്കി കിട്ടിയാലേ കഴിച്ചിലായി. എന്നാൽ ഈ സമയം അപ്പോൾ തന്നെ അതാ സൗദിയുടെ നമ്പർ കൊടുത്തു. നമ്പറാണ് ഷമ്മാസിന് വിട്ടുകൊടുത്തത്. ഷാമോനെ ഇതാണ് സൗദൻ്റെ നമ്പർ. ആ ഉണ്ടായിരുന്നു, ഷമ്മാസിൻ്റെ അടുത്ത്, ഉമ്മയുടെ അടുത്തും ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ അപ്പോൾ തന്നെ 3 ലക്ഷം രൂപ വിട്ടുകൊടുത്തു. സൗദിയുടെ ഫോണിലേക്ക് പൈസ കയറി. മെസ്സേജ് കണ്ടപ്പോൾ അവൾ നോക്കി. 3 ലാഖ്. ഓ ഇത് ആയിഷ. ഓ ഇത് ഐഷുമ്മാൻ്റെ ഫോണിൽ നിന്നാണല്ലോ ഈ പൈസ വന്നത്. പഠിച്ചോനെ. എന്നാൽ അപ്പോൾ തന്നെ ഉമ്മ വിളി തുടങ്ങി. അതേ പൈസ ഇടാൻ പറഞ്ഞതിനെ കിട്ടിയേക്കണെ ഇങ്ങോട്ട് വിട്ട് കൊണ്ടപ്പോൾ തിരക്ക് കൂടുന്നുണ്ടേ. ആ ഉമ്മ ഇട്ട് തരാം. എത്രയാണ് വേണ്ടത്? ഇച്ചിങ്ങോട്ട് വിട്ടൂടെ, എനിക്ക് എൻ്റെ കുട്ടീനെ ജീവൻ ആണെങ്കിൽ 2 വിട്ടൂട്, പിന്നെ ഞാൻ പറയുമ്പോൾ വിടാം. അപ്പോൾ തന്നെ 2 ലക്ഷം രൂപ അവൾ ഇട്ട് കൊടുത്തു. എന്നാൽ മെഡിസിൻ വാങ്ങാൻ പറഞ്ഞ അവളോട് അവർ പറഞ്ഞത് സിസ്റ്റർമാരോട്, അതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തന്നാളി, ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളാം, ഇവിടെ ഈ കണ്ട പൈസ ഒന്നും കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്തേരി. അല്ല നിങ്ങൾ എന്തീ പറയുന്നത്? ആംബുലൻസിൽ ഓക്സിജൻ്റെ സഹായം ഇല്ലാതെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റൂല. ഇനി അഥവാ തന്നെ ഇളകിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ശ്വാസം പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്താ നിങ്ങളുടെ തീരുമാനം? 2 ദിവസം കൊണ്ട് ഇവിടെ ഇടുകയല്ലേ? ഒരു എന്താ പറയുക, ഒരു 2 ദിവസം എന്ന് വെച്ചാൽ കുറച്ച് ഈ മണിക്കൂറുകൾ കൂടി ആ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടോ നോക്കണ്ടേ? പൊന്നാരൻ്റെ ഡോക്ടറെ, പൈസൻ്റെ കുറവുകൊണ്ടാണ്, നിങ്ങൾ വിളിച്ചാട്ടിക്കാണി, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കയറ്റിക്കാണി. അപ്പോൾ തന്നെ അതാ. എന്നാൽ ആംബുലൻസിൽ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനട്ടോ, അല്ലാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല. കാരണം ഈ കുട്ടിക്ക് എന്തെങ്കിലും വഴി, പക്ഷേ കുട്ടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പാതി വഴിയിൽ വെച്ച് അത് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എൻ്റെ പൊന്നാര ഡോക്ടറെ ഒന്നും വരില്ല, നിങ്ങൾ കയറ്റിക്കോളി. അപ്പോൾ തന്നെ ആംബുലൻസ് സംവിധാനം ചെയ്യുന്നു. കുട്ടിക്ക് വേണ്ടിയുള്ള ഓക്സിജനും കാര്യങ്ങളും എല്ലാം അതിൽ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഡിസ്ചാർജ് ബില്ലും അവർ തരുന്നു. അത് കണ്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, എത്ര ഇത്? 1 ലക്ഷമോ ഇനിയിപ്പോൾ തരാനുള്ളതോ? അപ്പോൾ എത്രയാണ് ഞങ്ങൾ തന്നത്? എന്താ ഉമ്മ നിങ്ങൾ? കുട്ടീൻ്റെ മെഡിസിനും കാര്യങ്ങൾ, കുട്ടിയുടെ ICU അതൊക്കെ പൈസ കൊണ്ടല്ലോ ഇവിടെ, അല്ലാതെ വെറുതെ അല്ലല്ലോ. കുഞ്ഞിക്കതിയാത്ത നേരെ ബാങ്കിലേക്ക് പോയി അതിൽ നിന്ന് പിൻവലിക്കുന്നു.
ഇനിയിപ്പോൾ പൈസ ഇല്ല, ഇവിടെ 1,00,000 കൊടുത്താൽ ഇനിയിപ്പോൾ എന്താ ഇതിലുള്ളത്? ഇതിലൊരു 50,000 ആയത്തുണ്ട്, ഇപ്പോഴത്തെ 1,00,000 ഉണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞില്ലേ? എത്ര എളുപ്പമാണ് ബലി പൈസ വാരുന്നതോ. ഏതായാലും ഇവിടെ നിന്ന് പോട്ടെ, എന്നാൽ തന്നെ കഴിച്ചിലാവുള്ളൂ. അങ്ങനെ ഏതാ കുഞ്ഞിൻ്റെ ആംബുലൻസും കാര്യങ്ങളും എല്ലാം സെറ്റായി പൈസ അവിടെ കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ, കുഞ്ഞിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുമെന്നുണ്ട് മാത്രം നിങ്ങൾ ഇതിനെ കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടുന്നത് ഞങ്ങൾ ഏറ്റെടുത്തോളാം, പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ നിങ്ങൾ കളയരുത്, മനസ്സിലായല്ലോ? അങ്ങനെയതാ ആംബുലൻസ് ചീറിപ്പാഞ്ഞുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവർ പറഞ്ഞു, അവിടുന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ തന്നെ കഴിച്ചിലായി. എന്നാൽ ഈ സമയം ഐഷുമ്മ ബേജാറായിട്ട് ഷമ്മാസിനോട് പറഞ്ഞു, മോനെ ഷമ്മാസ്, നമുക്ക് പോയി നോക്കടാ, നമുക്ക് പോയി നോക്കുക. ഉമ്മ, എങ്ങോട്ട്? നമുക്ക് പോയി നോക്കടാ, വേവാ, എൻ്റെ കുട്ടി പോയിട്ട് എന്തിനോട് പറയാത്. എങ്ങോട്ട് പോകുമ്മ? ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കുക, അവിടെ കുട്ടിയൊന്നും ഉണ്ടാവില്ല, അല്ല കുട്ടീനെല്ലാം കൊണ്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു. മോനെ എന്നാലും പോയി നോക്കുക. അങ്ങനെ ഐഷുമ്മയുടെ സങ്കടം കൊണ്ട് അപ്പോൾ തന്നെ ഷമ്മാസ് വണ്ടിയെടുത്തു നേരെ ഹോസ്പിറ്റലിലേക്ക്. റൂം നമ്പർ കണ്ടുപിടിച്ചു, വാതിലിന് മുട്ടി, രണ്ടും കൽപ്പിച്ച്. അതെ, കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഒരുപക്ഷെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ നോക്കിയിട്ട് വരാം. അല്ല, ആര് വാതിൽ മുട്ടുന്നത്? എന്നാൽ സൗദ മാത്രമായിരുന്നു. അവനെന്തോ ഭക്ഷണം കഴിക്കാൻ എന്തോ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു. അവൾ പതുക്കെ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വന്നു. മോളെ സൗദ. ഉമ്മ അങ്ങോട്ട് വന്നു. ഉമ്മ, എവിടെ മോളെ കുഞ്ഞ് തീരെ സുഖമില്ലായിട്ട് കുഞ്ഞിനെ കൊണ്ടേക്കണം. കുഞ്ഞിന് ശ്വാസമൊന്നുമില്ല, മിംസക്കാണ് കൊണ്ടുവരുന്നത്. എന്നാ മോളത് കഴിഞ്ഞത്? അത് മിനിയാന്ന് രാത്രിയായിരുന്നു. എന്താ പഠിച്ചവനെ ഞാൻ കേൾക്കണത്? എന്താ പറ്റിയത്? ഒന്നുമില്ല, എനിക്ക് സമയമായിട്ടൊന്നുമില്ല, ഇപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു അറിയില്ല. സൗദ അങ്ങനെ പറഞ്ഞൊപ്പിച്ചു. ഇനിത് എവിടെ എൻ്റെ ഉമ്മയൊക്കെ? ഉമ്മ കുട്ടീൻ്റെ അടുത്താണ്. ഇവിടെ എൻ്റെ അടുത്ത് ആരാ? ഒരു നിമിഷം ആ ഒരു വാക്കിന് മുമ്പിൽ അവൾക്ക് എന്തുത്തരം പറയണമെന്നായിപ്പോയി. അത് എന്നാൽ ഷമ്മാസ് പറഞ്ഞു, സത്താറോട് പോയി. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾ ഒന്ന് പകച്ചു. അത് വേണ്ട, പരിഭ്രമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാണ്. സത്താർ എവിടെ? ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. സത്താറുള്ളത് വേറെ ആരും ഇവിടെ? വേറെ? അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. മോനെ, ഇനി പറഞ്ഞ് ബുദ്ധിമുട്ടാക്കണ്ട, ഏതായാലും ഈ അവസ്ഥയിലൊക്കെ ആയി കിട്ടില്ല. എൻ്റെ റബ്ബേ, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന കുഞ്ഞ് അവിടെയില്ല. അവൾ പൊട്ടിക്കരയുകയായിരുന്നു. അതിനു മുമ്പിൽ ഷമ്മാസ് ആ ചോദ്യം ചോദിച്ചപ്പോൾ, ഉമ്മ, മോളെ കരയണ്ട. ഷാമോനെ, ഒന്നും ചോദിക്കണ്ടടാ, മോൾക്ക് എന്താ വേണ്ടത്? ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, കുട്ടില്ലാതമ്മ, ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കുക? എനിക്ക് കഴിയണമെന്നല്ല, എനിക്ക് കുട്ടിയില്ലാതെ കഴിയൂല. എൻ്റെ കുട്ടീനെ എനിക്കൊന്ന് തന്നൂടെ? മോളെ കരയല്ലേ? പഠിച്ച റബ്ബേ, വല്ലാത്തൊരു പുതുമായി പോയല്ലോ ഇത്. സൗദിയുടെ കണ്ണീരോടെയുള്ള ആ ഇരുത്തം കണ്ടപ്പോൾ ശരിക്കും ഐഷുമ്മാക്കും നല്ല സങ്കടം തോന്നി. എന്നാൽ റൂമിനടുത്ത് ഷമ്മാസിൻ്റെ ഒരു നിഴലിങ്ങനെ കണ്ടപ്പോൾ സത്താർ അവിടെ ഒന്ന് പതുങ്ങി. അവൻ നേരിട്ട് വേഗം വരികയായിരുന്നു. എന്നാൽ അവനെ കണ്ടപ്പോൾ മുന്നോട്ട് വെച്ച കാല് അവൻ പിറകോട്ട് വെച്ചു. എവിടെ നിന്നിട്ട്? ഇവിടെ കാവലിൽ നിൻ്റെ ആളെവിടെ? അറിയില്ല. എന്താ മോളെ ഞാനീ കേൾക്കണത്? ഒരു വാക്ക് എന്നോട് വിളിച്ച് പറഞ്ഞോളൂ. എനിക്ക് ഇജെന്തേ ഒന്നും ഉണ്ടാഞ്ഞതിൻ്റെ നമ്പർ എൻ്റെ അടുത്തില്ലേനോ? ഞാനിതെന്നും എനിക്ക് വേണ്ടി ദുആ ചെയ്യാണ്. പഠിച്ചവനെ ഒന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് എന്നോട് വിളിച്ച് പറഞ്ഞിക്കണമെങ്കിൽ ഞാനിവിടെ എത്തൂലേ? എന്നിട്ടെന്നെ ആണ്ട് എന്തിനാപ്പം ഞാൻ അതൊക്കെ പറയണത്? എന്നാൽ ഷമ്മാസ് വന്ന കാര്യവും സത്താറിനെ കണ്ട് തിരിഞ്ഞു പോയ കാര്യമൊന്നും അവനവിടെ പറഞ്ഞില്ല. എന്നാൽ ഐഷുമ്മ കരയായിരുന്നു. വല്ലാത്തൊരു പുതുമ. റബ്ബേ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതാവും? മോനെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഉമ്മ, അവിടെ ഒരാൾക്കൊക്കെ നിൽക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് ചോദിച്ചിട്ടൊക്കെ നമുക്ക് ഏതായാലും പഠിച്ചോനെ, എൻ്റെ കുട്ടീൻ്റെ ഇതൊക്കെ നീ മാറ്റി കൊടുക്കുക റബ്ബേ. സങ്കടത്തോടെ അതാ ഐഷുമ്മ പറയുന്നു. മോളെ, ഇനിയിപ്പോൾ എന്താ, ഞാൻ ഇവിടെ നിന്നോളാം കേട്ടോ. ഉമ്മ, വേണ്ട ഉമ്മ, ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഉമ്മ, ഇവിടെ നിൽക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്, നിങ്ങളും നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിന്നാൽ തന്നെ ആ തള്ളയെങ്ങാനും വന്നാലേ നിങ്ങൾ നല്ലോണം ചീത്ത പറയും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കണ്ട. ഉമ്മാൻ്റെ കാര്യം നോക്കിക്കോളി. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞ പോലെ ഇപ്പോൾ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഹൃദയം വേദനിക്കും. ഇനി ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ പോന്നാണി. ഷമ്മാസ് ഉമ്മയെ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ
ഷമ്മാസിൻ്റെ മുഖത്തേക്ക് ഉമ്മ ദയനീയമായി നോക്കി. മോനെ, നമ്മളെ മോളാണെങ്കിലോ അത് നമ്മളെ മോളാണെങ്കിൽ എന്തേക്കാര സ്ഥിതി? എന്നാൽ ഉമ്മയുടെ ആ ഒരു വാക്ക് ഷമ്മാസിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഉമ്മ, എങ്ങനെ വേണമെങ്കിലും നോക്കാം, പക്ഷേ ഒരു അന്യപുരുഷൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അതിന് എനിക്ക് തീരെ താല്പര്യമില്ല. നവാസ്ക്ക് അത് കണ്ട എന്തായിരിക്കും സ്ഥിതി? എന്നാൽ ഈ സമയം സത്താർ, അതാ ഷമ്മാസ് പുറത്തേക്കിറങ്ങുന്നതും സത്താറിൻ്റെ മുന്നിലേക്ക് നേരെ. സത്താർ ഷമ്മാസിനെ കണ്ടപ്പോൾ മാറുകയാണ്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ആ സത്താർ, പിന്നെ ഇതെന്ത് സംഭവിച്ചത്? അത് ഓപ്പറേഷൻ ചെയ്തതാണ്. അതിൽ കുട്ടിക്കെന്തോ ക്ഷതേൽക്ക് എന്താ ചെയ്തതാണ്. അതിലിപ്പോൾ ICUവിലാണ് കുട്ടിയുള്ളത്. ഇവരെ കാര്യം നോക്കാൻ എന്നെ ഓളെ ഉമ്മ ഏൽപ്പിച്ചതാണ്. ഞാൻ ഒരു ഡ്രൈവറായിട്ടും വന്നതാണ്. അപ്പം പിന്നെ രണ്ടാക്കും ഇവിടെ നിൽക്കാൻ ആളില്ലാത്ത സ്ഥിതിക്ക് എന്നെ ഇവിടെ നിർത്തിയതാണ്. ശരിക്കും അവൻ്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ഷമ്മാസ് കാര്യമായി ഒന്നും മിണ്ടിയില്ല. പഠിച്ചോനെ, ആ തള്ള കുറക്കാത്ത കൈയില്ല കേട്ടോ. ഇത്രയും ഒരു മുത്തൻ മനുഷ്യനെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒറ്റക്കാക്കി പോകുമെന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ കേടാ ഇവർക്ക് എന്തിൻ്റെ കേടാണാവോ? എനിക്കറിയില്ല റബ്ബേ. എന്നാൽ ഷമ്മാസ് ഉമ്മയെ വിളിക്കുന്നു. ആ മോനെ, ഉമ്മ നമുക്ക് പോകാം. മോനെ, എങ്ങനെയാടാ ഞാൻ പോവുക? ഉമ്മ എന്ത് കാര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്? ഓലമ്മ ഏൽപ്പിച്ച് പോയതാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? മോനെ, എന്തൊക്കെ തന്നെയാലും പെറ്റ പെണ്ണല്ലേ ഉമ്മ? പ്രസവിച്ച പെണ്ണായിരിക്കും. എന്നാൽ ആ പെണ്ണിനെ നിങ്ങളെ നമ്പർ അറിയില്ലേ? ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്? മോനെ, അതൊക്കെ ഓല അമ്മാൻ്റെ ഭീഷണിയിലേക്കാരം മോനെ. എന്താ ഞാൻ ചെയ്യുക? ആയുഷുമ്മക്ക് സമാധാനമില്ലായിരുന്നു കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ. അങ്ങനെ എന്താ റബ്ബേ ഞാൻ ചെയ്യുക? ഉമ്മ, കുഴപ്പമൊന്നുമില്ല, 2 ദിവസമായില്ലേ. 2 ദിവസം കഴിഞ്ഞും പോലും ഡിസ്ചാർജ് ചെയ്ത് പോന്നോളും. പിന്നെ നവാസ്ക്കൊക്കെ ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. നവാസ്ഖാനെ ബഹുമാനിക്കാതെയും നവാസ്ഖാനെ ഇഷ്ടപ്പെടാതെയും അവരിഷ്ടത്തിൽ നടക്കുന്നവരെ നമ്മളെന്തിനാ സപ്പോർട്ട് ചെയ്യണം? ഉമ്മ പോന്നാണി. മോളെ, ഞാൻ പോട്ടെ എന്നാൽ. ഇനിയിപ്പോൾ എന്താ എന്നാ ഡിസ്ചാർജ്? ഉമ്മ നാളെ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ. അങ്ങനെ അവർ പോകുന്നു. അല്ല, പൈസ കെട്ടിക്കൊടുത്ത് അവിടെ നല്ല ലക്ഷ്യങ്ങളാകണേ, അതുകൊണ്ടാണ്. അങ്ങനെ അവർ പോരുന്നു. മനമില്ലാ മനസ്സോടു കൂടി ആയുഷുമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ഹൃദയം ഇടിക്കുകയായിരുന്നു. റബ്ബേ, എൻ്റെ കുട്ടീനൊന്ന് കാണാൻ എന്താ മോനെ നീ ചെയ്യാം? ഉമ്മ, അവിടേക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ നമുക്ക് പോകാം കേട്ടോ. എന്നാൽ ഈ സമയം മെഡിക്കൽ കോളേജിൽ ശരിക്കും കുഞ്ഞിക്കജത്ത് പെട്ടു എന്ന് തന്നെ പറയാം. ഈ ഒരു കുട്ടിനെയും കൊണ്ട് ഓരോ ലിസ്റ്റ് എടുക്കാനും അതിനും ഇതിനും ഓടിപ്പാഞ്ഞ് കൈകാലുകൾ തളർന്നു. ആകെപ്പാടെ എന്തൊക്കെയോ അവിടെ പോകലും ഇവിടെ പോകലും ടെസ്റ്റ് ചെയ്യലും അറിയുന്നില്ല. എന്താ ചുരുക്കി പറഞ്ഞാൽ ഈ ഓട്ടം തന്നെ ഈ കുഞ്ഞിനെയൊക്കെ പിടിച്ചിട്ട് ഒരു നിമിഷം കുഞ്ഞിക്കജാത്തൊക്കെ തോന്നി, എന്തിനാ റബ്ബേ ഞാൻ ഈ വേണ്ടാത്ത പണിക്ക് നിന്നത്? 2 ലക്ഷം രൂപ കയ്യിലായപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് മുഴുവൻ എനിക്കുള്ളതാണ്. ഇവിടെ എത്തിയ ശരിയാണ്, പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഇതിനൊക്കെ അവിടുത്തെ കാർഡ് പറ്റും. കാരണം പുതിയ പേരാക്കിയത് അറിഞ്ഞിട്ടില്ലല്ലോ. BPL കാർഡ് ആയതുകൊണ്ട് അതും പറ്റും. അതെങ്ങനെയൊന്നും എത്തിക്കിട്ടിയാലും വലിയതാണ്. എന്നാൽ അവർ ഓടി കുഴങ്ങി എന്ന് തന്നെ പറയാം. ഈ ഒരു കുട്ടിനെ കൊണ്ട് ഞാൻ ഇടങ്ങാറായില്ല റബ്ബേ. അതെ, അങ്ങോട്ട് പോയിക്കോളൂ, അവിടെ നിന്ന് കാർഡ് എടുത്തോളൂ, കുട്ടീനെ ബ്ലഡ് എടുത്ത് അവിടെ കൊടുത്തോളൂ, ഇതേ ഈ മെഡിസിൻ എടുത്ത് വാങ്ങിക്കൊണ്ടുവരൂ. ചുരുക്കി പറഞ്ഞാൽ ഓടി അവർ ആകപ്പാടെ വഴി തെറ്റിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ശരിക്കും പെട്ടുപോയെന്ന് തന്നെ പറയാം. ഒരു നിമിഷം അവർ ഓർത്തു, എന്തോ ഒരു സുഖമായിരുന്നു ആ ആശുപത്രിയിലെ AC റൂമിൽ TV കണ്ടങ്ങനെ ഇരിക്കേനു. എന്തായിരുന്നു സുഖം. ഇവിടെ എത്തിയപ്പോൾ എവിടെയാണ് ഇവിടെ കിടക്കുക? അതെ, വരാന്തയിൽ നിറയെ ആളുകളാണ്. ICUയുടെ മുമ്പിൽ ഒരുപാട് ചെരുപ്പും കാര്യങ്ങളും. അതെ, അതിൻ്റെ വരാന്തയിൽ ഒരിടത്ത് ഒരാൾക്ക് കിടക്കാം. അങ്ങനെയൊക്കെ. പക്ഷേ മറ്റൊരു ദുരിതം അപ്പോഴാണ് അവർ അറിഞ്ഞത്. അതെ, നേരെ കുട്ടിയെ ICUവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പല ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒടുവിൽ ഓടി ഒരു പാത്രത്തിൽ കുട്ടിയെ കൊണ്ടുപോയി ICUവിൽ വെച്ചു. എന്നാൽ അവിടുത്തെ സ്ഥിതി അതിനേക്കാൾ ദയനീയമായിരുന്നു. അവിടെ കുട്ടിയെ നോക്കുന്നവർക്ക് ആർക്കും ഉറങ്ങാൻ പറ്റൂല. അതെ, കുട്ടി ഇരിക്കണം, കുട്ടിയുടെ മുമ്പിൽ ചെയറിലിരിക്കാം. അഥവാ നിലത്ത് കിടന്ന് ഉറങ്ങാനൊന്നും ഒരിക്കൽ പോലും പറ്റില്ല. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ശരിക്കും കുഞ്ഞിക്കതിയാത്ത പെട്ടു എന്ന് തന്നെ പറയാം. ആ ഒരു കുഞ്ഞിനെ ICUവിൽ ചൂടിലിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ നോക്കണം, ചൂട് കൂടുന്നുണ്ടോ തണുപ്പ് കൂടുന്നുണ്ടോ എന്നൊക്കെ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ
കുഞ്ഞിന് പാൽപ്പൊടി കലക്കി അതും കൊടുക്കണം. അതെ, ഒന്ന് ഊര ചായ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് കിടന്ന് ഒന്ന് കണ്ണ് മാളീറ്റ് വയ്യ. ICUവിലെ ചെയറുകളിൽ എല്ലാവരും നല്ല ഉറക്കം തന്നെയാണ്. കുട്ടിയെ പല പല രീതിയിലും കുട്ടികൾ കരയുന്നുണ്ട്. ചില കുട്ടികളെ മരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. 4 മാസം, 5 മാസം, 6 മാസം മുതലുള്ള കുട്ടികൾ വരെ അതാ ഓരോ ഇറച്ചി കഷ്ണത്തിന് കയ്യും കാലും മുളച്ച പോലെ ഓരോ ഗ്ലാസ്സിനുള്ളിൽ ഇട്ടടച്ചിരിക്കുന്നു. അവർക്കൊക്കെയായിട്ട് അത് ഓക്സിജൻ കൊടുക്കുന്നു. അത് ചെറിയൊരു എലിക്കുട്ടിയെ പോലെ തോന്നുന്ന കുട്ടികൾ, ആ കുട്ടിയുണ്ട്. അത് തോളിലിട്ട് പാല് കൊടുക്കുന്നുണ്ട്. കണ്ടപ്പോൾ ആകപ്പാടെ ഒരു ബേജാറും ടെൻഷനും ഒക്കെ ആയി തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് സിസ്റ്റർ വന്നു. അതെ, കുഞ്ഞിന് ചൂട് കൂടുന്നുണ്ടോ നോക്കണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾ വിളിക്കണം. ഓക്കെ? പിന്നെ അഥവാ ചൂട് നല്ലോണം കൂടിക്കഴിഞ്ഞാലുണ്ടല്ലോ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ പിന്നെ തണുപ്പിലേക്ക് മാറ്റണം. അത് കഴിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കണം. ഓക്കെ? പിന്നെ 2 മണിക്കൂർ ഇടവിട്ട് ഇതാ ഒരു പാൽപ്പൊടിയുണ്ട്, അത് കലക്കി കൊടുക്കണം. നല്ല രീതിയിൽ ചുടുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം കലക്കി കൊടുക്കാൻ. കുഞ്ഞ് ചെറുതായിട്ട് ഒരു ശ്വാസത്തിൻ്റെ അതൊക്കെ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. അതൊന്നും കൂടെ ക്ലിയർ ആയതിന് മാത്രം കൊടുത്താൽ മതി. അതുവരെ ഗ്ലൂക്കോസ് തന്നെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ? ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിക്കജാത്തക്ക് നല്ല പണി കിട്ടി എന്ന് തന്നെ പറയാം. പലരും അവരുടെ അടുത്തായിട്ട് വന്ന് ചോദിച്ചു, അല്ല ഇത് നിങ്ങളെ കുട്ടിയാണോ, നിങ്ങളെ പേരക്കുട്ടിയാണോ? എൻ്റെ മോളെ കുട്ടിയാണ്. അത് ശരി. നിങ്ങളും എത്തില്ലേ ഇങ്ങോട്ട്? ഞങ്ങളവിടെ മിംസിലായിരുന്നേ, പൈസ കുറേ ആയിട്ടൊന്ന് പോന്നാണ്. എന്നാലേ അവിടെ പൈസ ആവും, ശരിയാണ്. പക്ഷേ ഇവിടെ മനുഷ്യന്മാർ നല്ലോണം മെനക്കിടേണ്ടി വരും കേട്ടോ. ഉറങ്ങാൻ പറ്റൂല, ഇരിക്കണം, കെടുക്കാനേ പാടില്ല, ഇരിക്കന്നെ വേണം. ഇരുന്ന് നോക്കണം കുട്ടിനെ, രാത്രി ഒന്നും പറ്റൂല. പകലൊക്കെ ചെയറിലിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങുക. അപ്പോഴേക്കും അവർ വിളിക്കും, കുട്ടിക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം. എന്നാൽ ശരിക്കും കുഞ്ഞിക്കജാത്ത കഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ പറയാം. കുട്ടിയെ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂട്. എന്തത് ചെയ്യുക സിസ്റ്ററെ? ഇല്ല സിസ്റ്റർ ഇവിടെ ഒന്നുമില്ല, അവരപ്പുറത്താണ്. അവിടെ പോയി വിളിച്ചു, സിസ്റ്ററെ കുട്ടി നല്ലോണം ചൂടേക്കണ്. എന്നാൽ പിന്നെ തണുപ്പിലേക്ക് മാറ്റാലോ എന്ന് പറഞ്ഞു. ഇതെന്താ, എന്തൊരു ചൂട്! അപ്പോൾ നിങ്ങൾ നോക്കിയില്ലേ, കുട്ടിയെ നിങ്ങൾക്ക് വേണ്ടേ? എന്തൊരു കഷ്ടമാണിത്. ഈ കുഞ്ഞ് ഇവിടുന്ന് മരിച്ചു പോയി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിന് വേണ്ടിയിട്ടല്ലേ ഏൽപ്പിച്ചത്? നല്ല രീതിയിൽ കുഞ്ഞിക്കജാത്തക്ക് ചീത്ത കിട്ടി എന്ന് തന്നെ പറയാം. പെട്ടെന്ന് കുഞ്ഞിനെ ഇളം തണുപ്പിലേക്ക് മാറ്റി. എന്തൊരു കഷ്ടമാണിത്. തൊട്ട് മുമ്പിലുണ്ടായിരിക്കട്ടെ പൊള്ളുന്ന ചൂട്. അതെ, കുട്ടിയുടെ രക്തോട്ടൊക്കെ കൂടുതലായി അതങ്ങ് എന്തെങ്കിലും ആയി തീർന്നാലേ പിന്നെ ഇനി തണുപ്പാണ് കേട്ടോ. തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ മരവിക്കും. രക്തോട്ട് നിന്ന് കഴിഞ്ഞാൽ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ? നല്ല രീതിയിൽ സിസ്റ്റർമാർ അതാ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞിക്കജാത്ത ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. അതിനിടെ ഇതൊന്ന് ഈ ബ്ലഡ് ഒന്ന് നോക്കിയിട്ട് വരും. അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നു. ഇതവിടെ ലാബിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. അതിനുമായി അവർ വീണ്ടും പാഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ വഴി തെറ്റിയും ലിഫ്റ്റിൽ കയറിയിട്ടും നടന്നു. എങ്ങനെയൊക്കെയോ അവിടെ എത്തുന്നത് അറിയില്ല. അതെ, പിന്നെ ആരോടൊക്കെയോ ചോദിച്ചറിഞ്ഞ് എങ്ങനെയൊക്കെയോ അവിടെ എത്തിപ്പെടുമ്പോഴേക്കും കുഞ്ഞിൻ്റെ അവസ്ഥയും പരിതാപകരമായിരിക്കും. എന്നാൽ തൊട്ടടുത്തുള്ളവരോട് ഒന്ന് ഏൽപ്പിച്ച് പോകാമെന്ന് പറഞ്ഞതുമില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടിയാകെ മരവിച്ചിരിക്കുന്നു. ശരിക്കും ഇപ്പോൾ ചീത്ത കേൾക്കും. പെട്ടെന്ന് തന്നെ, സിസ്റ്ററെ എന്താണ് നിങ്ങൾ? പകരം കൂട്ടിരിക്കാൻ ആരുമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇത്രയും പേഷ്യൻസ്, കുട്ടികളും വലിയ ആളുകളുണ്ട്. അവരോടൊന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് നോക്കാൻ പറയണ്ടേ? എന്തൊരു കഷ്ടമാണിത്. 2-3 മക്കളുള്ളതിൻ്റെ ഒരാൾ ഒറ്റയ്ക്കാണ് നോക്കുന്നത്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ പിന്നെ അപ്പുറത്ത് ഇരട്ട കുട്ടികളാണ്. ഇന്നലെ ഒന്ന് മരണപ്പെട്ട് ഇന്നും ഒന്ന് മരിച്ചു. ഒന്നുമില്ലാതെ പോകേണ്ടി വരും. വെറുതെ കഷ്ടപ്പെട്ട് പ്രസവിച്ചുണ്ടാക്കിയിട്ടേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. തലങ്ങും വലങ്ങും ചീത്ത കേട്ട് ആകെ മുഷിഞ്ഞു പോയി കുഞ്ഞിക്കതിയാത്ത. എന്നാൽ ഈ സമയം കുട്ടി പതുക്കെ കണ്ണുകൾ തുറന്നു. ചെറുതായി ഒന്ന് മൂത്രമൊഴിച്ചു. ഒരു നിമിഷം ഡോക്ടർ വന്നു. കണ്ണ് തുറന്നിട്ടുണ്ടല്ലോ, മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ? ഇനിയിപ്പോൾ ഒന്ന് കരയണം, നന്നായിട്ടൊന്ന് കരയട്ടെ. എന്നിട്ട് നമുക്ക് കുറേശ്ശെ പാൽപ്പൊടി കലക്കി കൊടുത്തു. അല്ല, കുട്ടിയുടെ അമ്മയുടെ സ്ഥിതി എന്താ പാല് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ അവരിങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. ഇവിടെ വാർഡിൽ കിടക്കാലോ. ടൈം ആകുമ്പോഴേ ഇവിടെ വന്ന് പാല് കൊടുക്കണം. ഓക്കെ? പക്ഷേ ഇന്നല്ല, 2 ദിവസം കഴിയട്ടെ. 2 ദിവസം പാൽപ്പൊടിയിൽ തന്നെ തുടരാം. അല്ല ഡോക്ടർ, എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും? നിങ്ങൾക്ക് എന്തിന് കേടായത്? ഇവിടെ വന്ന് എന്തിനാ നിങ്ങൾ? അസുഖം മാറിയിട്ട് പോവാൻ. അല്ല, നിങ്ങൾ സൗകര്യമാണോ നോക്കുക?
ഡോക്ടറുടെ ഭാഗത്തു നിന്നും നല്ലൊരു ചീത്തയാണ് അവർക്ക് കിട്ടിയത്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും ചീത്ത കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഫ്രീ ആയി ആവുമ്പോൾ ഫ്രീ ആയി ചീത്തയും കിട്ടും. അതിൻ്റെ റബ്ബേ, ശരിക്കും കുഞ്ഞിക്കതിയെ കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ആ കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു പക്ഷേ ഐഷുമ്മയോടൊക്കെ നേരിട്ട് ആയം തന്നെ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാകുമായിരുന്നു. പക്ഷേ സമ്മതിച്ചില്ലല്ലോ. വാശിക്ക് അഹങ്കാരത്തിന് അങ്ങ് പോന്നു. അതെ, സത്താറിൻ്റെ കൂടെ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായി തീരും നമ്മുടെ നവാസിൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ? ഐഷുമ്മ കുഞ്ഞിനെ കാണാൻ വരുമോ? നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.